ഹായ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് ഇട്ടേരും പോസ്റ്റ് ഇട്ടേരും എന്നോട് മോസ്റ്റ് റിക്വസ്റ്റഡ് ചോദിച്ചത് ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യോ, SSLC പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ ആസ് എ SSLC ഗ്രേഡർ അത് ചെയ്യോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഈ വർഷം ബാച്ചിൽ ജോയിൻ ആക്കിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞാനും മാതാജിയും കൂടെ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എട്ടിലും ഏഴിലും എല്ലാം ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിന്. അപ്പം എല്ലാം ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ടോട്ടലി ബാച്ചിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ബാച്ചിൽ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാവും. അതേപോലെ വേറൊരു റീസൺ എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒരു സാധനമാണ്. എന്താ വെച്ചാൽ നമ്മൾ SSLC ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ട്യൂഷൻ ക്ലാസ്സിന് ക്രെഡിറ്റ് കൊടുക്കണ്ട. കാരണം നമ്മൾ പഠിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഒരു ട്യൂഷൻ സെൻറ്ററിൽ കൊടുക്കുന്ന, അപ്പോൾ നമ്മളവിടെ വെറുതെ ഇപ്പോലെ സംഭവം അവരുടെ ഭാഗത്ത് നല്ല ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം എന്താ വെച്ചാൽ ഈ വർഷം ഞാൻ എന്തായാലും ബാച്ചിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ എനിക്കൊരു ഗൈഡൻസ് പോലെ ഞാൻ യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഡൗട്ടുള്ള ചാപ്റ്റർ, ടഫുള്ള ചാപ്റ്റേഴ്സ്, ബേസിക്സ് വേണമെങ്കിൽ ഞാൻ യൂട്യൂബ് ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു വർഷം മൊത്തം ഗൈഡും ലേബറിൻ്റെ പോലത്തെ ഗൈഡ്, പിന്നെ എക്സാമിൻ്റെ സ്ഥലത്തിൻ്റെ ബുക്സ് അവൈലബിളാണ്. അത് പിന്നെ യൂട്യൂബ് ക്ലാസ്സസ് നോക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് മാക്സിമം ഡൗട്ട് ക്ലിയറൻസ് ചെയ്യുക, സെൽഫ് സ്റ്റഡി സെഷൻസ് കൂടുതൽ വെക്കുക. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പഠിപ്പ് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിയിലെ ഹ്യൂമാനിസം ആ ചാപ്റ്ററിലെ അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. റിനൈസൻസിൻ്റെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ബയോളജി ഞാൻ തുടക്കത്തിലെ പേജിൽ ആ പാരഗ്രാഫിൽ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം 10ഉം 12ഉം ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ഗാഢമായി പഠിക്കുന്നൊന്നുമില്ല. വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ട്, എന്നാൽ വെക്കേഷൻ കുറച്ച് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പഠിക്കണം എന്നുണ്ട്. പക്ഷെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ നിന്നതാ. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഒരു സാധനം കണ്ട, എവിടെയോ ഒരു ഡോട്ട് പോലെ ഈടെ കണ്ടോ വെച്ചാൽ ഇന്നലെ രാത്രി എനിക്ക് നല്ല തലവേദന വന്ന്. തലവേദന എന്ന് പറഞ്ഞാൽ തലേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വലിച്ച് കീറുന്നോർത്തും ഭയങ്കര വേദന. എനിക്ക് സഹിക്കാൻ വേണ്ടായിരുന്നു. ഞാൻ എന്തെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സംഭവം ഈ സ്ക്രീൻ ടൈം കൂടുതൽ, ഉറക്കമില്ലാത്തത്, ഫുഡ് നേരെ അയക്കുന്നില്ല, ഇതെല്ലാം വെക്കേഷൻ കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇന്നലെ 2 മണിക്ക് ഹോസ്പിറ്റലിൽ പോയി സൂചി കുത്തി, ഇഞ്ചക്ഷൻ എടുത്ത്, എന്നിട്ട് ട്രിപ്പ് ഇട്ട് കുറേ നേരം അവിടെ കിടന്ന് അന്നേരം സമാധാനമായി, തലവേദന പോയി. പിന്നെ വന്ന് കുറേ വോമിറ്റ് ചെയ്ത് ഫുഡൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് എനിക്കൊരു വോമിറ്റിൻ്റെ ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ഇപ്പം ഒരു ഫുഡ് കഴിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഒന്നും അല്ല, പക്ഷെ എനിക്കെന്തോ ഇന്നത്തെ ദിവസം അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെ മൂവീസ് ഉണ്ട് വെറുതെ പ്രൊക്കാസിനേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് ഡേ എ ലിറ്റിൽ ബിറ്റ് പ്രൊട്ടക്റ്റീവ് ദാൻ അതർ ഡേയ്സ്. ഇറ്റ്സ് ഓക്കെ. എപ്പോഴായാലും തുടങ്ങിയാൽ പോയി. അങ്ങനെ രാവിലെ തന്നെ ബുക്കെല്ലാം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ലാപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നതിനുള്ള ഡോക്ടർ പറഞ്ഞിരുന്നു ലാപ്പ് അധികം നേരം കാണരുത്, ഫോണും സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ നല്ല തലവേദന എടുത്ത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ മാക്സിമം കുറക്കാന്നെല്ലാം വിചാരിച്ചത്. പക്ഷെ ക്ലാസ് കേൾക്കണമെങ്കിൽ എനിക്ക് ലാപ്പ് വേണം അല്ലെങ്കിൽ ഫോൺ വേണം. പിന്നെ ഞാൻ വിചാരിച്ചു ഉറപ്പില്ല 2 മിനിറ്റ് നോക്കാന്ന്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് ഉച്ചക്കും വൈകുന്നേരവും നല്ല തലവേദന ഉണ്ട്. ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ വരെ എനിക്ക് നല്ല തലവേദന ഉണ്ട്. ഇപ്പൊ ഞാൻ സോഷ്യലിന്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസം ആണ് പഠിക്കാൻ പോകുന്നത്. അത് ശരിക്കും ഞാൻ ഫസ്റ്റ് പാർട്ടില് അതിന്റെ ഒരു പകുതി, ഒരു റിലയൻസ് വരെ ഞാൻ പഠിച്ചു. ഇനി റിലയൻസ് ഇൻ ഇറ്റലി ആ പാർട്ട് മുതലാണ് എനിക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് എത്രയാണോ പറ്റുന്നത് അത്ര വരെ തീർക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ ആ പാർട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് മെഡിസിൻ എല്ലാം കഴിച്ച് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയ കാരണം ഇന്നലെ 3 മണി അങ്ങാനായി വീട്ടിലെത്തിയ ടൈമിൽ. നല്ല ക്ഷീണം ഉണ്ടേനു, നല്ല ടയേർഡേനു.